ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആഴ്ചത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉള്ളൂ, വളരെ പെട്ടെന്ന് പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഒന്ന് സമയം ചെലവിട്ടിരുന്നതായി തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ച ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്ന കൂടെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? 2026 ഏപ്രിൽ ദക്ഷിണ റെയിൽവേ രൂപീകരണത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എന്നുള്ളതായിരുന്നു അല്ലെ. 2026 ഏപ്രിൽ ദക്ഷിണ റെയിൽവേ രൂപീകരണത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എന്നുള്ളതാണ്. ദക്ഷിണ റെയിൽവേ, സദേൺ റെയിൽവേ എന്താണ് സ്ഥാപിതമായിട്ട് എത്ര നാളായി എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. എത്ര നാളായി കാണും? ഈ പറയുന്ന രീതിയിൽ 75 വർഷമായി എന്നുള്ളതാണ്. അതായത് 1951 കൂടി തന്നെയാണ് ഈ പറയുന്ന സദേൺ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന റെയിൽവേ വന്നത് 1853 കൂടി തന്നെയാണ്. 1925 കൂടി തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിഫൈ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 100 രൂപ എന്താണ് 100 രൂപ ഈ പറയുന്ന 100 വർഷം കഴിഞ്ഞതിന്റെ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിന്റെ 100 വർഷം തികഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ RBI എന്ത് ചെയ്യുന്നത് 100 കോയിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ വെച്ച് കൂട്ടി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് 2026 ഏപ്രിൽ ദക്ഷിണ റെയിൽവേ രൂപീകരണത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75ാമത്തെ വർഷത്തിന്റെ ആഘോഷമായിരുന്നു എന്ത് ചെയ്യാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്, വാർഷികമാണ് ആഘോഷിച്ചത്. 1951 എന്ത് ചെയ്യുന്നത്, ദക്ഷിണ റെയിൽവേ എന്ത് ചെയ്യുന്നത് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത്, വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് റെക്കോർഡ് എന്താണ് സമ്മാനത്തുക പ്രഖ്യാപിച്ച സംഘടന ഏതാണെന്നുള്ളതാണ് അല്ലെ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് റെക്കോർഡ് സമ്മാനത്തുക പ്രഖ്യാപിച്ചിട്ടുണ്ടാകുന്ന സംഘടന എന്ന് പറയുന്നത് BCCI ആണോ, ICC ആണോ, ACC ആണോ, CA എന്നുള്ളതാണ് സംശയം അല്ലെ. ഈ പറയുന്ന നമുക്ക് പുതിയ സംശയം ഉണ്ടാകാം, പക്ഷെ പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും വലിയ തുക എടുത്ത് ഇടണമെങ്കിൽ അല്ലെ, ഈ പറയുന്ന 1083 കോടി അടുപ്പിച്ച് രൂപ എന്ത് ചെയ്യണം, കയ്യിൽ നിന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടായിരുന്ന ഒരു സംഘടന തന്നെ ആയിരിക്കണം. അതിന്റെ പേരെന്ന് പറയുന്നത് ICC ആണ്. ICCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പൊ ജയ്ഷാ ആണ് അല്ലെ. ജയ്ഷാ ആണ് എന്ത് ചെയ്യുന്നത്, ചെയർമാനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതെന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യാ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതെന്ത് ചെയ്യാ, പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ കായിക താരമാരാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾ ഫോളോ ചെയ്യുക, അവരറിയുക എന്നുള്ളത് പൊതുവെ ഏത് സ്പോർട്സിന്റെ മാത്രം പ്രത്യേകതയായിരിക്കാം അല്ലെ. ഈ പറയുന്നത് ക്രിക്കറ്റിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഫുട്ബോൾ, വളരെ ശരിയാണ്, ഫുട്ബോൾ ഈ പറയുന്ന രീതിയിൽ ലോക പ്രശസ്തമായിട്ട് ഒരു കളിയാണെങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നത് ഈ പറയുന്ന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കാണുന്ന, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന സ്പോർട്സ് ആണ് ഈ പറയുന്ന ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരിക്കാം ഇത് അല്ലെ. ഏതാണ് വരുന്നത്? അത് ഈ പറയുന്ന രീതിയിൽ സഞ്ജു സാംസൺ ആണ് അല്ലെ. ആരാണത്? സഞ്ജു സാംസൺ ആണ് എന്നുള്ളതാണ് അല്ലെ. സഞ്ജു സാംസൺ ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ അല്ലെ, സഞ്ജു സാംസൺ ആണ് എന്ത് ചെയ്യുന്നത്, ഉത്തരമായിട്ട് വരിക എന്നുള്ളതാണ്. സെറ്റ് ആണല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതെന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അടുത്തിടെ ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണെന്നുള്ളതാണ്. യുവ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള എഴുത്തുകാരിയാണ്. ഞാൻ പറഞ്ഞു, അവരുടെ പേര് ജിൻഷ ഗംഗ എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഈ പറയുന്ന ഭാഷ പവിത്രമാണ് അല്ലെ. ഭാഷ എന്താണ്, ഭാഷ പവിത്രമാണെന്ന് ആലോചിക്കുക. പവിത്രമായ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. അപ്പൊ ആലോചിക്കുക, ആരാണത്? ജിൻഷ ഗംഗയാണ് എന്നുള്ളതാണ് അല്ലെ. എന്താണ്, ഭാഷ പവിത്രമായ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. അപ്പൊ ഗംഗയുമായിട്ട് ചേർന്നിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ആരാണത്? ജിൻഷ ഗംഗ. അപ്പൊ ജിൻഷ ഗംഗയുടെ പേര് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക, ജിൻഷ ഗംഗ. ഓക്കെ ആണല്ലോ, ജിൻഷ ഗംഗ മറന്നു പോകത്തില്ലല്ലോ. അപ്പൊ ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹ എഴുത്തുകാരി ആരാണത്? ജിൻഷ ഗംഗയാണ്. വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഈ പറയുന്ന ഒഡ എന്ന് പറയുന്നത്. ഒഡ. അടുത്തത്, 2026 ഏപ്രിലില് സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അമേരിക്കയിൽ ഏത് നഗരത്തിലാണ് അനാവരണം ചെയ്തത് എന്നുള്ളതായിരുന്നു. സ്വാമി വിവേകാനന്ദൻ അല്ലെ, പറയുന്ന സ്വാമി വിവേകാനന്ദനോട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം കിടക്കുന്നത്. അപ്പോൾ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഉത്തരം നൽകാൻ വേണ്ടി ശ്രമിക്കുക. 2026 ഏപ്രിലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അമേരിക്കയിൽ ഏത് നഗരത്തിലാണ് അനാവരണം ചെയ്തത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഏതായിരിക്കാം? പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെ പോയി കുത്തും? കാലിഫോർണിയയിലോ അല്ലെങ്കിൽ ചിക്കാഗോയിലോ പോയി കുത്തും. പക്ഷെ അല്ല, ഏതാണത്? സിയാറ്റിലാണ് എന്നുള്ളതാണ്. സിയാറ്റിലായിരുന്നു എന്ത് ചെയ്യുന്നത്, പൂർണ്ണകായ പ്രതിമ എന്ത് ചെയ്യാൻ അനാച്ഛാദനം ചെയ്തത് എന്നുള്ളതാണ്.
അല്ലെ. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ആയിട്ടുണ്ടായിരുന്ന പ്രകാശ് ഗുപ്തയാണ് എന്ത് ചെയ്യുന്നത്, ആരാണത്, ഈ പറയുന്ന പ്രകാശ് ഗുപ്തയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ്, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് എന്നുള്ളതാണ്. നാഷണൽ യൂത്ത് ഡേ അല്ലെ, നാഷണൽ യൂത്ത് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആചരിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരുടെ ജന്മദിനമാണ്, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് അല്ലെ. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തിന്റെ പ്രത്യേകത, അതിന്റെ തീം സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത് അല്ലെ. ആ ദിവസത്തിന്റെ തീം എന്ന് പറയുന്നത് സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത് അല്ലെ. സ്വയം ജ്വലിക്കുക അല്ലെ, സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതായിരുന്നു എന്ത് ചെയ്യുന്നത് അതിന്റെ തീം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളോട് ഇതിന്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഓക്കെ അല്ലെ. അപ്പം 2026 ഏപ്രിലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അമേരിക്കയിൽ ഏത് നഗരത്തിലാണ് എന്താണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, അത് സിയാറ്റിലായിരുന്നു. സിയാറ്റിൽ. ഓക്കെ അല്ലെ. സിയാറ്റിൽ എന്നുള്ളതാണ് നഗരത്തിന്റെ പേര്. അപ്പൊ അത് ഇതിന്റെ കൂട്ടത്തിൽ വെച്ച് എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അല്ല, അപ്പം ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആണെന്നുള്ള കാര്യം കൊണ്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ പറയും ചിക്കാഗോ കുത്തണമെന്ന് തോന്നും, പക്ഷെ ചിക്കാഗോ കുത്തരുത്. ഏതാണത്, സിയാറ്റിലായിരുന്നു. അടുത്തത് 2026 ഫിഡെ വനിത കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലെ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്നുള്ളതായിരുന്നു. ആരാണ് ആ കിരീടം നേടിയ താരം? ചെസ് എന്ന് പറയുമ്പം അടുത്തിടെയായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരെന്ന് പറയും, ഒന്നെങ്കിൽ ഡി ഗുകേഷ് ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും, പ്രജ്ഞാനന്ദ ആയിരിക്കും അല്ലെ. പണ്ടൊക്കെ ഈ പറയുന്ന വിശ്വനാഥ് ആനന്ദിന്റെ ഒക്കെ പേര്, ചെസ് എന്ന് കേൾക്കുമ്പോൾ വിശ്വനാഥ് ആനന്ദിന്റെ ഒക്കെ പേര് മനസ്സിലേക്ക് ഓടിയെത്തുമായിരുന്നു. ഇപ്പോൾ ചെസ്സിന്റെ ഫേസുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. അല്ലെങ്കിൽ പറയുന്ന എന്താണ്, മാഗ്നസ് കാൾസൺ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡി ഗുകേഷും പ്രജ്ഞാനന്ദ ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചെസ്സിന്റെ ഇന്ത്യൻ ഫേസുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ അത് കൂടാതെ ഒരു വുമൺ ഫേസ് അതിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ, വനിത കടന്നു വരികയാണെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായിട്ടുണ്ടായിരുന്ന വൈശാലി ആയിരിക്കും അല്ലെ. വൈശാലി രമേഷ് ബാബു ആണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. വൈശാലി രമേഷ് ബാബു അല്ലെ. 2025 നടന്നിട്ടുണ്ടായിരുന്ന ഫിഡെ അല്ലെ, 2020 നടന്നിട്ടുണ്ടായിരുന്ന ഫിഡെ വുമൺ ഗ്രാൻഡ് സ്വിസിന്റെ ഫിഡെ വുമൺ ഗ്രാൻഡ് സ്വിസിന്റെ ജേതാവായിരുന്നു ആരെന്ന് പറയുന്നത്, വൈശാലി എന്ന് പറയുന്നത്. അതേപോലെ അർജുന അവാർഡ് ജേതാവാണ് അല്ലെ. അർജുന അവാർഡ് ജേതാവും കൂടിയാണ് ആരെന്ന് പറയുന്നത്, വൈശാലി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പ്രത്യേകത വൈശാലിക്കുണ്ട്. സെറ്റ് അല്ലേ. അപ്പം 2026 ഫിഡെ വനിത കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് കിരീടം നേടി ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയുക, അത് വൈശാലി രമേഷ് ബാബു ആണെന്ന് പറയുക. വൈശാലി രമേഷ് ബാബു ആണെന്ന് പറയുക. അടുത്തത്, വയോജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് കേരളം നടപ്പിലാക്കിയ പുതിയ വാക്സിനേഷൻ പരിപാടി ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. വാക്സിനേഷൻ പരിപാടി ഏതാണത്? ന്യൂമോണോകോക്കൽ വാക്സിനേഷൻ എന്നുള്ളതാണ്. പ്രായമായ ആളുകളിൽ ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ശ്വാസം മുട്ടൽ പറയാറില്ല, ഈ പറയുന്ന ശ്വാസം എടുക്കാൻ വയ്യ അല്ലെ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ വയ്യ എന്ന് പറയുമ്പോൾ തന്നെ അത് സൗണ്ടിനകത്തൊരു വിഷയം ഉള്ളത് കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഈ പറയുന്ന ന്യൂമോണോകോക്കൽ ഇങ്ങനെ വെച്ച് ഓർത്തിരിക്കുക, ഈ പറയുന്ന വോക്കൽ കോഡ് എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കുക. ന്യൂമോണോകോക്കൽ വാക്സിനേഷൻ എന്നുള്ളതാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന ലോകാരോഗ്യ സംഘടന ഈ പറയുന്ന വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കുറെ എന്ത് ചെയ്യുന്നു, കുറെ നഗരങ്ങളെ എന്ത് ചെയ്തിരുന്നു, അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഡൽഹി വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഡൽഹി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗോവ ഉണ്ടായിരുന്നു, കേരളം ഉണ്ടായിരുന്നു, പഞ്ചാബ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊന്നാണ് കേരളം. വേറെ കണക്കനുസരിച്ചാണെങ്കിൽ ഈ ഒരു വർഷ അവസാനം ആകുമ്പോഴത്തേനും കേരളത്തിന്റെ ആകെ ജനസംഖ്യയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 25% ആരാവുന്നതാണ്, ഈ പറയുന്ന വൃദ്ധരാകുമെന്നുള്ളതാണ്. വൃദ്ധർ. ഓക്കെ, വൃദ്ധജനങ്ങളാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വയോജനങ്ങളാകുമെന്നുള്ളതാണ്. വയോജനങ്ങൾ എന്ത് ചെയ്യും, ആകും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവർ കണക്ക് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഉത്തരം വരുന്നത് ന്യൂമോകോക്കൽ വാക്സിനേഷൻ എന്നുള്ളതാണ്. ന്യൂമോകോക്കൽ വാക്സിനേഷൻ എന്നുള്ളതാണ് ഉത്തരമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. അടുത്തത് 2026 ഏപ്രിൽ 17 ആഘോഷിച്ച ലോക ഹീമോഫീലിയ ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം ഏതായിരിക്കാം? ലോക ഹീമോഫീലിയ എന്താണ്? ഹീമോഫീലിയ എന്ന് പറയുന്നത് അല്ലെ, ഈ പറയുന്ന എന്താണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും ശരീരത്തിൽ ഒരു മുറിവ് വരികയാണ്
രക്തം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, അവിടെ കൊയാഗുലേഷൻ നടക്കുന്നില്ല, അവിടെ ഈ പറയുന്ന രീതിയിൽ മുറിവ് ഉണങ്ങുന്നില്ല എങ്കിൽ രക്തം മാറുന്ന ആള് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത്. അല്ലെ, എന്താണത്? ഹീമോഫീലിയ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പം ഈ രക്തത്തിന്റെ കൊയാഗുലേഷനായിട്ട് ബന്ധപ്പെട്ട് ക്ലോട്ടിംഗ് വിറ്റമിൻ എന്നറിയപ്പെടുന്ന ഏത് വിറ്റമിൻ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിറ്റമിൻ കെ ആയിരുന്നു ക്ലോട്ടിംഗ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുന്ന ഭാഗമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ അല്ലെ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് രോഗനിർണയവും പരിചരണത്തിലേക്കുള്ള ആദ്യ പടി എന്നുള്ള ഡയഗ്നോസിസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന് ഉത്തരമായിട്ട് വരുന്നത്. ഡയഗ്നോസിസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ പ്രത്യേകത അല്ലെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ ഉൾപ്പെടുന്ന സാമ്പത്തിക ഇടനാഴി ഏതാന്നുള്ളതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ ഉൾപ്പെടുന്ന സാമ്പത്തിക ഇടനാഴി ഏതായിരിക്കാം? നമ്മൾ പറഞ്ഞതാണ് ഡൽഹി ഡെറാഡൂൺ ഇടനാഴിയാണ്. ഡാഡ ഓർത്തിരിക്കുക, ഡൽഹി ഡെറാഡൂൺ അല്ലെ, ഡൽഹി ഡെറാഡൂൺ ഇടനാഴി എന്നുള്ളതാണ്. ഡൽഹി ഡെറാഡൂൺ ഇടനാഴിയാണ് ഉത്തരം. ഇടനാഴി അല്ലെ, ഡൽഹി ഡെറാഡൂൺ ഇടനാഴി. ഡെറാഡൂൺ എന്ന് പറയാം എവിടായിട്ട് വരും? അത് ഉത്തരാഖണ്ഡ് വരും അല്ലെ, ഉത്തരാഖണ്ഡ് വരും എന്ന് പറയുന്നത് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഓക്കെ ആണല്ലോ. ഉത്തരാഖണ്ഡ് അല്ലെ, ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് ഉത്തരാഖണ്ഡ് വരെ, ഉത്തർപ്രദേശ് വരെ, ഡൽഹി വരെ, ഇത് മൂന്നുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത്. 213 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് നീളമുണ്ട് എന്നുള്ളതാണ്. ഇനി ചോദ്യത്തിനകത്ത് വൈൽഡ് ലൈഫ് കോറിഡോർ ഉൾപ്പെടുക എന്നുള്ളതാണ് അല്ലെ, ഇപ്പൊ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ്. അപ്പൊ അതായത് ഏതോ നാഷണൽ പാർക്കിന് മുകളിലൂടെയാണ് ഇത് പോകുന്നത്. ഇല്ല, പില്ലറിട്ട് ഏതോ നാഷണൽ പാർക്കിന് മുകളിലൂടെയാണ് അത് പോകുന്നത്. അത് ഏതാണ് നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് രാജാജി നാഷണൽ പാർക്ക്. രാജാജി നാഷണൽ പാർക്കിന് മുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അത് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? രാജാജി നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? ഉത്തരാഖണ്ഡിലാണ്. ഇടനാഴി കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് UP, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അടുത്ത് നോക്കുക, ഇന്ത്യയിൽ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ എവിടെയാണ് സ്ഥാപിതമാകുന്നത്? സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ എവിടെയാണ് സ്ഥാപിതമാകുന്നത് എന്നുള്ളതാണ്. എവിടെയാണ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക എവിടെയാണ് വരുന്നത്. അത് ധൊലേര, ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു. പണ്ട് കാലങ്ങളൊക്കെ ഈ പറയുന്ന ട്രേഡ് നടക്കുന്നത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതലേ ഈ പറയുന്ന ട്രേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവടം എന്ന് പറയുന്നത് കടൽ മാർഗമുള്ള കച്ചവടങ്ങൾ നടക്കുന്നത് എവിടെയായിരുന്നു? ഗുജറാത്തിലെ ലോത്തലാണ് അല്ലെ, ലോത്തലാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഗുജറാത്തിലെ മറ്റൊരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ധോലവിറ എന്ന് പറയുന്നത്. അപ്പൊ ധോലവിറയുമായിട്ട് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ പേര് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ധോലര എന്ന് പറയുന്നത്. ധോലരയും ധോലവിറ രണ്ടാണ്. ധോലര ഗുജറാത്തിലാണ് എന്ത് വരുന്നത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? പ്രധാനമായിട്ടും ചിപ്പ് നിർമ്മാണത്തില് ഇന്ത്യക്ക് എന്ത് ചെയ്യുക, സ്വയം പര്യാപ്തത കൈവരിക്കുക. ചിപ്പ് നിർമ്മാണത്തില് ഇന്ത്യ എന്ത് ചെയ്യുക, സ്വയം പര്യാപ്തത കൈവരിക്കുക, സെൽഫ് സഫിഷ്യന്റ് ആകുക എന്നുള്ള ഒരു അർത്ഥത്തില്. സെൽഫ് സഫിഷ്യന്റ് ആകുക, സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ, സെൽഫ് സഫിഷ്യന്റ് ആകുക, സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അതിന് ഈ പറയുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ എല്ലാം തന്നെ അനുമതി എന്ത് ചെയ്തിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ടാറ്റയുടെ ഈ പറയുന്ന ഒരു ടാറ്റയുമായിട്ട് ചേർന്ന ടാറ്റയുടെ സഹോദര സ്ഥാപനം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്കണോമിക്സ് ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രാരംഭ ഘട്ടത്തിലുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാനുഫാക്ചറിങ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ പേരുകൾ നൽകുന്നതിനായിട്ട് സാർത്ഥക് നാം അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സാർത്ഥകമായ പേരുകൾ നൽകുക എന്നുള്ളത്. പേരുകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പേരുകൾ കാണാനാണെങ്കിൽ നമ്മുടെ രാജാക്കന്മാരുടെ പേരുകൾ നോക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലെ. നല്ല പേരുകൾ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ പേരായിരിക്കും. നല്ല പേരുകളായി പറയുന്ന രീതിയിൽ വലിയ പേരൊക്കെ കിട്ടാറില്ല. ഈ പറയുന്ന എന്താണ്, ശ്രീമൂലം തിരുനാൾ അല്ലെ, ഈ പറയുന്ന രാജാവ്, അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് റാണി സേതുലക്ഷ്മി ഭായ് എന്നോ, അല്ലെ റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്നോ, അല്ലെങ്കിൽ ഇപ്പൊ നല്ല നല്ല സൂപ്പർ പേരാണ് രാജാക്കന്മാർക്ക് വരുന്നത് അല്ലെ.
അതേപോലെ തന്നെ ഈ പറയുന്ന അങ്ങനെ രാജാക്കന്മാർക്കാണ് ഈ പറയുന്ന നല്ല നല്ല പേരുകൾ എന്ത് ചെയ്യുന്നത് പൊതുവെ കിട്ടാറ് എന്നുള്ളതാണ്. അപ്പം രാജാക്കന്മാരുടെ സ്ഥലം എന്ന് പറയുന്നതായിരിക്കും രാജസ്ഥാൻ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന സാർത്ഥക് നാം അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതായിരിക്കും? അത് ഈ പറയുന്ന രാജസ്ഥാനാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരിക. രാജസ്ഥാനാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരിക എന്നുള്ളതാണ്. ഇനി വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ടാണ് നിങ്ങളെ ചോദ്യമെങ്കിൽ വിദ്യാഭ്യാസം വരുന്നത് എന്തിനകത്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണോ, യൂണിയൻ ലിസ്റ്റിനകത്താണോ, കൺകറന്റ് ലിസ്റ്റിനകത്താണോ? ഏതിനകത്താണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിനകത്താണ് എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസം വരുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം അതേപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് എന്തിനകത്താണ്? ആർട്ടിക്കിൾ 21A എന്ത് ചെയ്യുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത്. ഈ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എന്താണത്? 21 പറയുന്നത് എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുച്ഛേദമാണ് അല്ലെ. അതേപോലെ തന്നെ RTE ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്കുള്ള നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം, കമ്പൾസറി എഡ്യൂക്കേഷൻ അല്ലെ, കമ്പൾസറി എഡ്യൂക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, വിദ്യാഭ്യാസം വരുന്നത് എന്തിനകത്താണ്? കൺകറന്റ് ലിസ്റ്റിനകത്താണ്. വിദ്യാഭ്യാസം ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ 21A ആണ്. അതോടെ ബന്ധപ്പെടുന്ന RT ആക്ട് ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ആണ്. അതിനകത്ത് എന്ത് പറയും ചോദിച്ചു കഴിഞ്ഞാൽ 6 മുതൽ 14 വയസ്സിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന കമ്പൾസറി ആയിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സാർത്ഥക് നാം അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി ആയ സംസ്ഥാനം ഏതാണത്? അത് രാജസ്ഥാനാണ് എന്നുള്ളതാണ്. അത് 74 വർഷങ്ങൾക്ക് ശേഷം പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ്. 74 വർഷങ്ങൾക്ക് ശേഷം പുസ്തകത്തിന്റെ രചയിതാവ് അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അമേ ഖുറേഷിയാണ്. അമേ ഖുറേഷി എന്താണ് നമ്മൾ പറഞ്ഞു. നമ്മളീ പറയുന്ന എമ്പുരാൻ സിനിമയ്ക്കകത്തെ എന്താണ് മോഹൻലാലിന്റെ പേരുണ്ടല്ലോ ഈ പറയുന്നതാണ് എബ്രഹാം ഖുറേഷിക്കകത്ത് ഖുറേഷ്യ എന്നുള്ള പേര് ചോദിച്ചിരുന്നാൽ മതി. ആണ് അമേ ഖുറേഷ്യ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈ പറയുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും അതേപോലെ തന്നെ കേരള ടീമിന്റെ എന്താണ് കോച്ചും കൂടിയായിരുന്നു ആരെന്ന് പറയുന്ന അമേ ഖുറേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് 74 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. അപ്പൊ 6 പുസ്തകമാണ് അമേ ഖുറേഷ്യയുടെ പുസ്തകമാണ്. അടുത്തത് ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമടൽ നേടിയ ഇന്ത്യൻ താരം ആരാണെന്നുള്ളതാണ്. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമടൽ നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? ആയുഷ് ഷെട്ടിയാണ് അല്ലെ. ആരാണത്? ആയുഷ് ഷെട്ടിയാണെന്നുള്ളതാണ് അല്ലെ. ആരാണത്? ആയുഷ് ഷെട്ടിയാണ്. നിങ്ബോ ചൈനയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കളി നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജയിക്കുകയും ചെയ്തു. ഓക്കെ, ജയിക്കുകയും ചെയ്തു. അപ്പൊ ആയുഷ് ഷെട്ടിയാണ് ഉത്തരമായിട്ട് വരിക എന്നുള്ളത് മാത്രം എന്ത് ഓർത്തിരിക്കുക. അടുത്തത് നാസയുടെ ആർട്ടമിസ് മിഷനിലെ യാത്രകൾ വിജയകരമായി ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണെന്നുള്ളതാണ്. ആർട്ടമിസ് ദൗത്യം വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് 70 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അമേരിക്ക ആളുകളെ ബഹിരാകാശത്തേക്ക്, കൃത്യമായി പറഞ്ഞാൽ മൂണിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ പ്രാരംഭഘട്ടം എന്ന രീതിയിലാണ് ആർട്ടമിസ് ദൗത്യം എന്ത് ചെയ്യുന്നത് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു മാൻ മിഷൻ എന്ന് പറയുന്നത്, ചന്ദ്രനിലേക്ക് ഒരു മാൻ മിഷൻ നടത്തിയത് ഇപ്പോഴാണ്. അത് ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന 4 യാത്രികരാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. റീഡ് വെൽസ്മാനും ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന വിക്ടർ ഗ്ലോവറും ക്രിസ്റ്റീന കോച്ചും അല്ലെ, അടങ്ങുന്ന ഒരുപാട് നാലോളം ആളുകളാണ് എന്ത് ചെയ്യുന്നത് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, പിന്നെ റീഡ് വെൽസ്മാന്, പിന്നെ ഒരാളുടെ ഉണ്ട് അല്ലെ, അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി. അപ്പം അങ്ങനെ 4 പേരാണ് എന്ത് ചെയ്യുന്നത് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വനിത എന്ന് പറയുന്ന ക്രിസ്റ്റീന കോച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അവര് പോയി ചന്ദ്രനെ ചുറ്റി സുരക്ഷിതമായിട്ട് പസഫിക് ഓഷനിൽ വന്ന് വീഴുകയും ചെയ്തു. അപ്പൊ അത് തിരിച്ചെത്തി എന്താന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 11 എന്ത് ചെയ്യുന്നത് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 11 ആർട്ടമിസ് 3 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവർ എങ്ങോട്ട് പോകത്തുള്ളൂ? ചന്ദ്രനിൽ കാലുകുത്തത്തുള്ളൂ. വന്യജീവി സംരക്ഷണത്തിന് നൽകുന്ന മച്ച്ലി നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നുള്ള മച്ച്ലി നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മച്ച്ലി എന്ന് പറയുന്നത് രത്തംബോർ നാഷണൽ പാർക്കിലെ ഒരു കടുവയായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന കടുവയാണ് എന്ന് പറയുന്നത് മച്ച്ലി എന്ന് പറയുന്ന കടുവ രത്തംബോർ നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. മരിച്ചുപോയി. അപ്പൊ അതിന്റെ പേരിൽ ഒരു അവാർഡുണ്ട്. അതാണ് ഈ പറയുന്ന വന്യജീവി സംരക്ഷണത്തിനാണ് ഈ പറയുന്ന അവാർഡ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവാർഡ് കിട്ടിയത് ആരെക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണത്? ഈ പറയുന്ന അനിതാ ചൗധരിക്കാണ് അല്ലെ. ആർക്കാണ് കിട്ടിയത്? അനിതാ ചൗധരിക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ്. അനിതാ ചൗധരി. ഓക്കെ ആണേ, ഓക്കെ അല്ലെ. അപ്പൊ ഓർത്തിരിക്കുമല്ലോ അനിതാ ചൗധരിക്ക് എന്ത് കിട്ടിയെന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന മച്ച്ലി നാഷണൽ അവാർഡ് കിട്ടിയെന്ന് എന്ത് ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് പ്രഭാ കേത്ര ഫൗണ്ടേഷനും
WWF കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, അവാർഡ് നൽകുന്നതെന്നുള്ളതാണ്. രക്തംബോർ നാഷണൽ പാർക്കിലെ കടുവയുടെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ബംഗാൾ ടൈഗർ ആയിരുന്നു വിച്ചലി. അടുത്തത് പ്രോജക്ട് വിമാന, പ്രോജക്ട് ഒപ്പേറി എന്നിവ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് മേഖലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? റോബോട്ടിക്, മെഡിക്കൽ, സാങ്കേതിക വിദ്യയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിഫൻസ് മേഖലയായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡ്രോണുകളുടെ സഹായത്തോടുകൂടി തന്നെ ബാറ്റിൽ ഫീൽഡുകളിൽ ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തത് മെയിലെ ചുഴലിക്കാറ്റ് 2026 ഏപ്രിലിൽ നാശം വിധിച്ചത് ഏത് രാജ്യത്താണെന്നുള്ളതാണ്. മെയിലെ അല്ലേ, മെയിലെ എന്ന് പറയുന്നത് എവിടാണ് നാശം വിധിച്ചത്? പപ്പുവ ന്യൂ ഗിനിയയിലാണ്. പപ്പുവ ന്യൂ ഗിനിയ അല്ലെ, പപ്പുവ ന്യൂ ഗിനിയ ചെറിയ രാജ്യമാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, മെയിലെ ചുഴലിക്കാറ്റ് നാശം വിധിച്ചത്. അതേപോലെ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ നാശം വിധിച്ച സ്ഥലങ്ങളും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ദിത്വ പോലുള്ള ചുഴലിക്കാറ്റ് പ്രധാനമായിട്ടും ഇന്ത്യക്കും അതേപോലെ തന്നെ ശ്രീലങ്കയ്ക്കാണ് കൂടുതൽ എന്ത് ചെയ്യുക നാശം വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന വിസ്റ്റൺ മാസ്തികയുടെ മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിലുള്ള പുരസ്കാരം നേടിയത് ആരാൻ ചോദിച്ചാൽ ഇന്ത്യക്കാരിയായിട്ടുണ്ടാകുന്ന ദീപ്തി ശർമ്മയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപ്തി ശർമ്മയ്ക്കാണ് ഈ പറയുന്ന വിസ്റ്റൺ മാസ്തികയുടെ മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിലുള്ള പുരസ്കാരം എന്ന് കിട്ടിയിട്ടുണ്ടായത്. പുരുഷന്മാരെ നോക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിനായിരുന്നു. മിച്ചൽ സ്റ്റാർക്കിനാണ് ഈ പറയുന്ന ഓസ്ട്രേലിയൻ കളിക്കാരനാണ്. മിച്ചൽ സ്റ്റാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പുരുഷന്മാരിൽ എന്ത് ചെയ്യുന്നത് മികച്ച അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിന്റെ പുതിയ പരിശീലനമായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന ആളെ ഇറക്കി ഓർത്തിരുന്നാൽ മതി. വിളിക്കുന്ന ആളെ ഇറക്കാന്ന് പറഞ്ഞാൽ അത് യൂറോപ്യന്മാരെ വിളിക്കുന്നത് വെള്ളക്കാരെന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈറ്റ്, ദാറ്റ് ഈസ് ടിം വൈറ്റ് അല്ലെ. ആരാണ്? ടിം വൈറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ടി വൈറ്റ് എന്ന് പറയുന്നത് ടിം വൈറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അടുത്തത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്കായിട്ട് സൈബർ അവബോധം നൽകുന്നതിനായിട്ട് ESAF ഹെർ പദ്ധതിയുടെ സഹകരണത്തോടെ കൂടി നടപ്പിലാക്കുന്നത് ഏതാണെന്നുള്ളതാണ്. ഗ്രാമീണ മേഖല സ്ത്രീകൾക്കായിട്ട് സൈബർ സുരക്ഷ അവബോധം നൽകുന്ന ESAF ഹെർ പദ്ധതി ആരുടെ സഹകരണത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്? ആരുടെ സഹകരണമാണ്? ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുണ്ടാകുന്ന ഒരു കമ്പനിയുടെ പേര് റിലയൻസ് ഫൗണ്ടേഷൻ. ഏതാണത്? റിലയൻസ് ഫൗണ്ടേഷൻ. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് എന്താണ് ഈ പറയുന്ന സൈബർ സുരക്ഷയിൽ പ്രധാനമായിട്ടും മണി കൈകാര്യം ചെയ്യുന്നതിൽ, ഈ പറയുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന്റെ സുരക്ഷയെ പറ്റി എന്ത് ചെയ്യുന്നത്, അവബോധം സൃഷ്ടിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഈ പറയുന്ന ESAF എന്ന് പറഞ്ഞ പദ്ധതി. അപ്പൊ അതായത് ബന്ധപ്പെട്ട ഇങ്ങനെ ഗ്രാമീണ സ്ത്രീകളെ പഠിപ്പിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. അത് ഓർത്തിരിക്കുക, സൈബർ സഖി എന്നുള്ളതാണ്. സൈബർ സഖി ഓർത്തിരിക്കുക, സൈബർ സഖി. ഓക്കെ അല്ലേ? എന്താണ് ഓർത്തിരിക്കുക, എന്താണ് അതിന്റെ പേര് ഓർത്തിരിക്കുക, എന്താണ്? സൈബർ സഖി. ഇനി മറന്നു പോകത്തില്ല, സൈബർ സഖി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പദ്ധതിയുടെ സൈബർ സുരക്ഷയിൽ പരിശീലനം ലഭിക്കുന്ന സ്ത്രീകളെ അറിയപ്പെടുന്നത് സൈബർ സഖി എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ആലോചിക്കുക, അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി മറന്നു പോയതാണ്. അതായത് 2026 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആരാണെന്നുള്ളതാണ്. 2026 അന്തരിച്ച പ്രശസ്ത ഗായിക എന്ന് പറയുന്നത് ഒട്ടനേകം പേരുകൾ അല്ലെ, ഒട്ടനേകം ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആശാ ഭോസ്ലെയാണ് അല്ലെ. ആരാണത്? ആശാ ഭോസ്ലെയാണ്. ആശാ ഭോസ്ലേക്കാണ് എന്ത് ചെയ്യുന്നത് 2026 അന്തരിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്തയായിട്ടുള്ള ഗായിക എന്ന് പറയുന്നത്. എന്താണ് പ്രത്യേകം ചോദിച്ചാൽ 1997 ഇന്ത്യക്കാരിയായിട്ടുണ്ടായിരുന്ന ഒരു വനിതയെ ആദ്യമായിട്ട് ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആശാ ഭോസ്ലെയാണ്. 15,000 വരുന്ന 20ഓളം ഭാഷകൾക്ക് മുകളിലായിട്ട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആശാ ഭോസ്ലെ. അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ്. 1997 ഗ്രാമി അവാർഡിന് നോമിനേറ്റ് പെട്ടിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ സിംഗറും കൂടിയാണ് ആരെന്ന് പറയുന്നത് ആശാ ഭോസ്ലെ. 2000 ദാദാഭായ് ഫാൽക്കെ അവാർഡ് നൽകി എന്ത് ചെയ്തു രാജ്യം ആദരിച്ച വ്യക്തിയാണ്. 2008 പത്മവിഭൂഷൺ നൽകി എന്ത് ചെയ്യുന്ന രാജ്യം ആദരിച്ച സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. അത് നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ആശാ ഭോസ്ലെ. ഇത്തരം കാര്യങ്ങളോട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മളെ ACB അക്കാഡമിയിലെ മിഷൻ LDC പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇപ്പം ക്ലാസ്സോടെ ബന്ധപ്പെട്ടോ കോഴ്സോടെ ബന്ധപ്പെട്ടോ അതിന് ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതോടെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ക്ലാസ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും ശ്രമിക്കുക. പ്രധാനമായിട്ട് ഡെയിലി കണ്ടന്റ് അഫയേഴ്സ് അടിസ്ഥാനപ്പെടുത്തിയാണ് വീക്കിലി കണ്ടന്റ് അഫയേഴ്സ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളത് ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ച ശേഷം ഈ പറഞ്ഞ MCQ ടൈപ്പായിട്ടുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പിടികിട്ടുകയും ഓർത്തിരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് എന്ത് ചെയ്യുക, അറിയിക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും നന്ദി, താങ്ക് യു. വീണ്ടും കാണാം, ബൈ.